അടിസ്ഥാന സൗകര്യമില്ലാത്ത കോവളം ബീച്ചിന് സമാനമാണ് വർക്കലയിലെയും സാഹചര്യം. രാജ്യാന്തര നിലവാരത്തിലേക്ക് വർക്കല ബീച്ചിനെ ഉയർത്തുമെന്ന പ്രഖ്യാപനം വന്നിട്ട് മാസങ്ങളായി. പക്ഷേ ബീച്ചും പരിസരവും ഇപ്പോഴും പഴയതുപോലെയാണ്. പാപനാശം കുന്ന് പകുതിയോളം ഇടിഞ്ഞു. കോവളത്ത് നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താൽ വർക്കലയിലെത്താം. വിനോദസഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്ന കാഴ്ചകളേറെയാണ് വർക്കലയിൽ. പക്ഷേ വർക്കല ബീച്ചിന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വർക്കലയെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന പ്രഖ്യാപനം വന്നിട്ട് മാസങ്ങളേറെയായി. വർക്കല ബീച്ചും സമീപ തീരങ്ങളും കൂടുതൽ കടലെടുക്കുന്നതല്ലാതെ മറ്റൊന്നുമായില്ല. ഇനി ഈ സൗകര്യങ്ങളൊക്കെ എപ്പോൾ ശരിയാക്കുമെന്നാണ് വിനോദസഞ്ചാരികൾക്കും ഇവിടുത്തെ നാട്ടുകാർക്കും ചോദിക്കാനുള്ളത്. അപകടങ്ങൾ പതിയിരിക്കുന്ന കടലിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ ഒട്ടും വൈകിക്കൂടാ. വിനോദസഞ്ചാര കേന്ദ്രമാണെങ്കിലും ഇവിടെ അപകടത്തിൽപ്പെട്ടവരുടെയും മരിച്ചവരുടെയും കണക്കെടുത്താൽ അത് ആശങ്കപ്പെടുത്തുന്നതാകും. വർക്കല ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ടേഷൻസോടെ വന്ന സ്ഥലമാണ്. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഒന്നുമില്ല. ഇവിടെ വന്നിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാനോ ഒരു ബാത്റൂം ഫെസിലിറ്റീസോ അതൊന്നും ഇല്ല. എന്തിനാ ബീച്ചിൽ ഇറങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. லேடிஸ்ன்னு வரும்போது பாத்ரூம் ஃபெசிலிட்டிஸ் எல்லாம் இருந்தால் தான் எங்களுக்கு ஒரு கம்ஃபர்டபுளாக இருக்கும். அதோட மெயின் ஒரு டிஸ்அட்வான்டேஜாக இருக்குது எங்களுக்கு. മഴക്കാലമാണ്. എപ്പോഴും എന്തും സംഭവിക്കാമെന്ന ആശങ്ക ഓരോരുത്തരിലുമുണ്ട്. തീരം സുരക്ഷിതമായാൽ വിനോദസഞ്ചാരികളുടേത് മാത്രമല്ല, ഇവിടെയുള്ള നാട്ടുകാരുടെയും തൊഴിലാളികളുടെയും ജീവിതം സുരക്ഷിതമാകും. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അത് അശ്രദ്ധ കൊണ്ടോ അധികാരികളുടെ അലംഭാവം കൊണ്ടോ ഇല്ലാതാകരുത്. Мне нравится этот пляж, мне нравится отдых в Индии, в Аркале. Очень жаль, что нет инфраструктуры, нет каких-то комнат для переодевания, туалета. Но в целом здесь очень хорошо, и мне нравится, что каждый день убирают мусор. Я даже сама принимала в этом участие. Actually, this is the first time we are coming here. We have planned much and much about this beach and everything here. But as of now, we have not yet entered in the beach because of now it is danger area. I don't know how was it. തീരം സുരക്ഷിതമായാൽ വിനോദസഞ്ചാര മേഖലയിൽ അത് പുത്തൻ ഉണർവുണ്ടാക്കും. കൂടുതൽ സഞ്ചാരികൾ ഇവിടേക്ക് എത്തും. ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ പല കാര്യങ്ങളും ആവിഷ്കരിക്കുമ്പോൾ ആദ്യം മുൻഗണന നൽകേണ്ടത് തീരങ്ങളുടെ സുരക്ഷയ്ക്കായിരിക്കണം. വർക്കല ബീച്ചിൽ നിന്ന് ബിജു മടവൂരിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.